നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ആരംഭം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയും പ്രതീക്ഷയുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പരിശുദ്ധ ദിവസത്തിന്റെ പ്രഭാത നിമിഷങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു മാസത്തിന്റെ അവസാന ഞായറാഴ്ച പ്രാർത്ഥനയോടുകൂടെ തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ ബലഹീനരായ ഞങ്ങളെ ഒരുക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, ഒരാഴ്ച കൂടെ അങ്ങയുടെ വലിയ കൃപ കൊണ്ട് ഞങ്ങളെ നിറച്ചു. ഞങ്ങൾ ജീവിച്ച പ്രവർത്തിച്ചിടങ്ങളിൽ അങ്ങയുടെ സുരക്ഷിതത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവമേ, പ്രഭാതത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടുകൂടെ അവിടുത്തെ തിരുസന്നിധിയിൽ ചേർന്ന് വരുമ്പോൾ അങ്ങയുടെ ആത്മനിറവ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, കടന്നു വന്നവർക്കായി സ്തോത്രം. ആലയത്തിലായിരിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം നീ അവർക്ക് നൽകണമേ. സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിപ്പാൻ നീ അവരെ ബലപ്പെടുത്തണമേ. അവരുടെ കുറവുകൾ ക്ഷമിക്കണമേ. ബലഹീനതകളോ രോഗങ്ങളോ മറ്റു പല ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാലോ ആരെങ്കിലും ആലയത്തിലായിരിക്കുന്നുവെങ്കിൽ ഈ ആരാധനാ നിമിഷം അങ്ങയുടെ ആത്മാവിന്റെ കൃപ നിന്റെ മക്കൾക്ക് അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്നവരെ തക്ക സമയത്ത് കൂട്ടിവരുത്തണമേ. പല കാരണങ്ങളാൽ കടന്നു വരാൻ സാധിക്കാത്തവരെ ഞങ്ങൾ ഓർക്കുന്നു. അടുത്ത ആരാധനകളിൽ അവരെയും കൂട്ടിവരുത്തണമേ. ദൈവമേ, ഈ ആരാധനയുടെ വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. ദൈവമേ, ഞങ്ങൾ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ അടുത്തു വരുമ്പോൾ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഉയരുന്ന സ്തോത്രഗീതങ്ങൾ അങ്ങേക്ക് പ്രസാദകരമായ അർപ്പണമായി അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ നീ അവിടുന്ന് ശക്തീകരിക്കണമേ. അങ്ങയുടെ കൃപ അനുഭവിച്ചുകൊണ്ട് ഈ വിശ്വാസയാത്രയിൽ ചേർന്ന് നിൽപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈ ആരാധനയുടെ ആദ്യവസാനം അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾക്കാട് ജീവൻ വെച്ച പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിനയപൂർവ്വം യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനും ആരാധനയുടെ ആരംഭത്തിനുമായി നാം എല്ലാവരും നിൽക്കുമ്പോൾ ഗീതങ്ങളിൽ 326 ഗീതം നമുക്ക് ചേർന്ന് പാടാം. നെഞ്ചേ എന്തു വിഷാദം കേട്ടോ പക്ഷി നിനാദം. Thank you.
ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയുള്ളവരെ, ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടുകൂടി എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച തിരുവചനവും ദിവ്യ ചൊൽക്കുറികളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മോട് സമീപിച്ചു വന്നിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാകുന്നു. എന്നാൽ നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരും ആണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നാം പാപം ഏറ്റുപറയുക. പാപ സ്വീകാര പ്രാർത്ഥനയ്ക്ക് മുൻപായി അനുതാപ ഗാനമായി ഗീതങ്ങളിൽ 9ാമത്തെ ഗീതം പ്രാർത്ഥനാ ഗീതമായി നമുക്ക് ചേർന്ന് പാടാം. എഴുന്നു ഞാൻ എൻ അപ്പനെ ചേർന്നു. നാലാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സ്വർഗസ്ഥ പിതാവേ, അരിഷ്ടപാപികളായ അടിയങ്ങൾ തിരുമുമ്പിൽ സങ്കടത്തോടെ സ്വീകരിക്കുന്നത് കൃപയോട് കേൾക്കണമേ. ഞങ്ങൾ തിരുകൽപ്പനകൾ പലപ്പോഴും പല വിധത്തിൽ ലംഘിച്ചിരിക്കുന്നു. ആകാത്ത വിചാരങ്ങളാലും വാക്കുകളാലും ക്രിയകളാലും പലവിധേന വിശ്വാസ നികേട് ചതി എന്നിവയാലും വേണ്ടുപോലെ സഹോദരന്മാരെ സ്നേഹിക്കാതിരുന്നതിനാലും വളരെ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ന്യായവിധിക്ക് നിത്യമരണത്തിനും കൂടി യോഗ്യരായി തീർന്നിരിക്കുന്നു. ഈ സകല പാപങ്ങൾ നിമിത്തം ഞങ്ങൾക്ക് അനുതാപവും മനോവേദനയുണ്ട്. ഞങ്ങളുടെ കടങ്ങളെ കവിയുന്ന ദൈവകൃപയാൽ ഉണ്ടായി വന്നതും യേശു ക്രിസ്തു മുഖാന്തരം സാധ്യമായതുമായ വിലയേറിയ വീണ്ടെടുപ്പല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ആശ്വാസം വഴിയും കാണുന്നില്ല. അതുകൊണ്ട് സർവ്വപാപങ്ങളെ തിരുകൂട്ടായ്മയിൽ ഞങ്ങളെ ചേർത്ത് ജീവന്റെ പുതുക്കത്തിലും കൃതജ്ഞതയോടുകൂടിയും തിരുസേവ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. പാപങ്ങളെ ഓർത്ത് ദുഃഖിച്ച് ദൈവാകരുണയും പാപമോചനവും അന്വേഷിക്കുന്ന നിങ്ങളെല്ലാവരും സുവിശേഷത്തിലെ ആശ്വാസവചനം കേട്ടുകൊള്ളുവിൻ. കർത്താവ് താൻ തന്നെ നിങ്ങളോട് ഇപ്രകാരം പറയുന്നു: എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു പ്രകാരത്തിലും തള്ളിക്കളയുകയില്ല. നിങ്ങളുടെ പാപം ഇനി ഞാൻ ഓർക്കുകയുമില്ല. നിങ്ങളുടെ പാപം കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യും. എന്നാൽ അനുതാപമില്ലാത്തവരോട് ദൈവത്തിന്റെ അരുളപ്പാട് ഇപ്രകാരമാകുന്നു: അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ.
ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴിവിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തനായ ദൈവമേ, മനസ്സലിവുള്ള പിതാവേ, ഞങ്ങളോടും സകല മനുഷ്യരോടും കാണിച്ചു വരുന്ന ദയാവാത്സല്യങ്ങൾക്കായി കൊളരുതാത്ത ഞങ്ങൾ ഉള്ളഴിഞ്ഞ നന്ദി ഏറ്റവും താഴ്മ അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിച്ചു വരുന്നതിനും ഈ ആയുസ്സിൽ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ എല്ലാറ്റിനും മീതെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത അമൂല്യ സ്നേഹനിമിത്തവും തിരുവചനം, വിശുദ്ധ ചോർക്കുറികൾ, യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കാനുള്ള തേജസ്സിന്റെ പ്രത്യാശ എന്നിവ ഞങ്ങൾക്ക് നൽകിയ നിമിത്തവും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ആമീൻ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ പരമാർത്ഥമായി നന്ദി കാണിപ്പാനും തിരുത്തേവയ്ക്കായി ഞങ്ങളെ മുഴുവനും അർപ്പിച്ചും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ജീവിച്ചുകൊണ്ട് അതരങ്ങളാൽ മാത്രമല്ല നടപ്പിനാലും കൂടെ തിരുസ്തുതിയെ വർണ്ണിപ്പാനും തൃക്കാരുണ്യങ്ങൾ വേണ്ടുവണ്ണം ബോധിപ്പാനായി ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതൊക്കെയും ഇവിടെ നാം നിൽക്കുമ്പോൾ തന്നെ പാട്ടുപുസ്തകത്തിൽ 215 പുറത്തുള്ള 96 സങ്കീർത്തനം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വാക്യ പ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 96. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവിൻ, യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. ജാതികളുടെ ദേവന്മാരൊക്കെയും വിദ്യാമൂർത്തികൾ അത്രേ. ബഹുമാനവും തേജസ്സും അവന്റെ മുൻപിലും. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ. പാഠഭാഗങ്ങൾ വായിക്കുന്നതിന് മുൻപായി ഗീതങ്ങളിൽ 23 ഗീതം, അതിൻ്റെ ആദ്യത്തെ 2 ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. അതിനുശേഷം പഴയ നിയമ പാഠഭാഗത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. എന്നെ ആശ്രയം യഹോവയിൽ വെച്ചിട്ട് ഇഹപരങ്ങളിൽ. Yeah.
അപഹരിക്കും. തൃത്വത്തിൽ പിന്നെ നാലാം ഞായറായ ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 16 മുതൽ 33 വരെയും പുതിയ മുൻ നിയമത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെയുമാകുന്നു. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 16 മുതൽ 33 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്രയപ്പാൻ അവരോട് കൂടെ പോയി. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചുവെക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെ യഹോവ സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരുളി ചെയ്തു. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോട് കൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? പക്ഷെ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിന് യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നുവെങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കും എന്ന് അരുളി ചെയ്തു. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. 50 നീതിമാന്മാരിൽ പക്ഷേ 5 പേർ കുറഞ്ഞു പോയെങ്കിലോ? 5 പേർ കുറഞ്ഞത് കൊണ്ട് നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന്, 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അവൻ പിന്നെയും അവനോട് സംസാരിച്ചു. പക്ഷേ 40 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന്, ഞാൻ 40 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അതിനവൻ, ഞാൻ പിന്നെയും സംസാരിക്കുന്നു, കർത്താവ് കോപിക്കരുതേ. പക്ഷേ 30 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 30 പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. പക്ഷേ 20 പേരെ അവിടെ കണ്ടാലോ എന്ന് അവൻ പറഞ്ഞതിന്, ഞാൻ 20 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അപ്പോൾ അവൻ, കർത്താവേ, കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും. പക്ഷെ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിത്തം
നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി. അബ്രഹാമും തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ചവസാനിക്കുന്നു. പുതിയ നിയമ വേദഭാഗം വായിച്ചു കേൾക്കുന്നതിന് മുൻപായി ഒരു പ്രത്യേക ഗാനം കേൾക്കാം. പാടുന്നത് ഷംജിത്ത്. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിന്ദുവ്യരൂപം, ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിന്ദുവ്യരൂപം, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും, അതിമോദം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന.
ആരാധന നാദ ആരാധന 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 നാദ ആരാധന ആരാധനക്കേറ്റം യോഗ്യനായവനേ അനശ്വരനായ തമ്പുരാനെ അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13 മുതൽ 20 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളെ കേട്ടുകൊള്ളുവിൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയും ഇല്ലല്ലോ. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. ഇവിടെ വായിപ്പാനുള്ള വേദഭാഗങ്ങൾ വായിച്ചവസാനിപ്പിക്കും. മനസ്സലിവുള്ള പിതാവായ ദൈവം തിരുവചനത്തിൽ തന്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കാനും ക്രിസ്തുയേശുവിൽ നമ്മെ തന്റെ സമൃദ്ധിയായ കൃപകൾക്ക് അംശികളാകുവാൻ ക്ഷണിച്ചിരിക്കുകയാലും തന്നിലുള്ള വിശ്വാസം ഞാൻ പറയുന്നതിന് പിന്നാലെയായി നിങ്ങളും സ്വീകരിച്ചു ചൊല്ലുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തോല വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. സ്വർഗങ്ങൾക്കും ഭൂമിക്കും സൃഷ്ടാവായി സർവശക്തനായ പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ മറിയുന്ന കന്യകയിൽ ഉൽപാദനായി ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടം അനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണമായി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു.
അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും വിശുദ്ധന്മാരുടെ കൂട്ടം വിശുദ്ധ സാധാരണ സഭയിലും പാപമോചനത്തിലും ശരീരത്തോട് ജീവിച്ചെഴുന്നേൽക്കുന്നതിലും നിത്യജീവങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഭയ്ക്ക് നോട്ടീസായിട്ട് സഭയെ അറിയിക്കുവാനുള്ളത്, കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്ര വഴിപാട് 9610 രൂപ, ബർത്ത്ഡേ ഓഫർ ഡേ ആയിട്ട് ലഭിച്ചത് 1150 രൂപ, പൂർ ഫണ്ട് ആയിട്ട് ലഭിച്ചത് 1600 രൂപ, സൺഡേ സ്കൂളിന്റെ ഓഫർ ഡേ 125 രൂപ, വെള്ളിയാഴ്ച ആരാധനയുടെ പ്രാർത്ഥനയുടെ ഓഫർ ഡേ 430 രൂപ. നമ്മുടെ പൂർ ഫണ്ട് ബോക്സിലെ കളക്ഷൻ 15,168 രൂപ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അറിയിച്ചതുപോലെ CSI മലബാർ മഹായിടവക 2026 പൊതു തെരഞ്ഞെടുപ്പ് ഇന്ന് ആരാധനയ്ക്ക് ശേഷം നടക്കും. തെരഞ്ഞെടുക്കപ്പെടേണ്ടത് പാസ്റ്ററേറ്റ് കമ്മിറ്റി, മഹായിടവക കൗൺസിൽ ഭാരവാഹികളെയാണ്. പാസ്റ്ററേറ്റ് കമ്മിറ്റിയിലേക്ക് ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പേപ്പറിൽ 4 പേരെയാണ് നിങ്ങൾ 4 പേർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. വുമൺ കാറ്റഗറിയിൽ 2 പേരും യൂത്ത് കാറ്റഗറിയിൽ 2 പേരും, അങ്ങനെ 8 പേരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. മഹായിടവക കൗൺസിലിലേക്ക് ജനറൽ കാറ്റഗറിയിൽ 2 പേരും, വുമൺ കാറ്റഗറിയിൽ ഒരാളും യൂത്ത് കാറ്റഗറിയിൽ ഒരാളും, അങ്ങനെ 4 പേരെ നിങ്ങൾ എലക്ട് ചെയ്യണം. ആരാധനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട ഷിജി സാറിന്റെ നേതൃത്വത്തിലുള്ള ഇലക്ഷൻ ഓഫീസേഴ്സ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതാണ്. സുഗമമായ തെരഞ്ഞെടുപ്പിന് ഓഫീസേഴ്സിന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുകയും പ്രാർത്ഥനയോടുകൂടെ അടുത്ത 3 വർഷത്തേക്കുള്ള സഭയുടെ ശുശ്രൂഷ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു സർക്കുലർ പ്രോപ്പർട്ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളതാണ്. വിഷയം തിരൂർ CSI ചർച്ച് പാഴ്സനേജ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് സൂചന. ഈ കാര്യാലയത്തിന് 15/1/2024 ഇതേ നമ്പർ കത്ത് റവറൻ ഡോക്ടർ റോബർട്ട് ഹെർമൻ മെമ്മോറിയൽ CSI ചർച്ച് തിരൂർ സഭയ്ക്ക് പാഴ്സനേജ് നിർമ്മിക്കുന്നതിന് വേണ്ടി കൊട്ടേഷൻ ക്ഷണിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രസ്തുത പ്രവൃത്തി ഏറ്റെടുക്കുന്നതിന് താല്പര്യമുള്ള കക്ഷികൾ തിരൂർ പള്ളിയിൽ നിന്ന് സിവിൽ വർക്ക് ടെൻഡർ ഷെഡ്യൂൾ വാങ്ങി അതിൽ പറഞ്ഞ കോളങ്ങൾ പൂരിപ്പിച്ച് പ്രോപ്പർട്ടി സെക്രട്ടറി, മലബാർ മഹായിടവക, ബാങ്ക് റോഡ്, കോഴിക്കോട് എന്ന വിലാസത്തിൽ സീൽ ചെയ്ത് തപാൽ മാർഗം അയക്കേണ്ടതാണ്. പ്രസ്തുത കൊട്ടേഷനുകൾ 8/7/2026 വൈകുന്നേരം 4 മണി വരെ സ്വീകരിക്കുന്നതാണ്. സീൽഡ് ചെയ്യാത്തതും തപാൽ വഴി അല്ലാത്തതുമായ കൊട്ടേഷനുകൾ സ്വീകരിക്കുന്നതല്ല. ഈ വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മറ്റൊന്ന്, മലപ്പുറം ഏരിയ യുവജന സഖ്യത്തിന്റെ ധ്യാനയോഗത്തെ സംബന്ധിച്ചുള്ളതാണ്. മലപ്പുറം ഏരിയ യുവജന സഖ്യത്തിന്റെ ഏകദിന ധ്യാനയോഗം ജൂലൈ മാസം 11-ാം തീയതി 2ാമത്തെ ശനിയാഴ്ച CSI ക്രൈസ്റ്റ് ചർച്ച് മലപ്പുറത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിലെല്ലാ യുവതി യുവാക്കളും പങ്കെടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. രാവിലെ 9 മണിക്ക് തിരുവത്താഴ ശുശ്രൂഷയോടുകൂടെ യോഗം ആരംഭിക്കുന്നതാണ്. ഏകദിന ധ്യാനയോഗവുമായി ബന്ധപ്പെട്ട് എബ്രായർ 1 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ അടിസ്ഥാനമാക്കി ബൈബിൾ ക്വിസ് നടത്തുന്നതാണ്. കൂടാതെ CSI ജനറൽ ഇതിൽ നിന്ന് 5 വീതം ചോദ്യങ്ങളും ബൈബിൾ ക്വിസിൽ ഉണ്ടായിരിക്കും എന്ന് അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ വിവരം നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. വിവാഹ പരസ്യം. വിവാഹത്തെ സംബന്ധിച്ച് 3ാമത്തെ അനൗൺസ്മെന്റ് ആണ്.
നമ്മുടെ സഭാംഗമായ മിസിസ് ബീന വിനോദ്, മിസ്റ്റർ വിനോദ് കുമാർ പാരങ്ങത്ത് എന്നിവരുടെ മകൻ വിപിൻ കുമാർ ഏബിലും CSI സെന്റ് തോമസ് ചർച്ച് സുൽത്താൻ ബത്തേരി സഭാംഗങ്ങളായ മിസിസ് അമ്മിണി വിൻസെന്റ്, മിസ്റ്റർ വിൻസെന്റ് പോൾ മാവീട്ടിൽ എന്നിവരുടെ മകൾ ആൻസി വിൻസെന്റ് എന്നിവരും തമ്മിലുള്ള വിവാഹ പരസ്യം ഞാൻ 3-ാം പ്രാവശ്യം പ്രസിദ്ധം ചെയ്യുന്നു. ക്രിസ്തു ശിഷ്യരായ ഇവരെ സഭാംഗങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്തുകൊള്ളുവാൻ അപേക്ഷിക്കുന്നു. ഇവർ യോഗ്യമായ നിലയിൽ വിശുദ്ധ വിവാഹാവസ്ഥയിൽ പ്രവേശിപ്പാനും ക്രിസ്ത്യാനികൾക്ക് പറ്റിയ വിധത്തിൽ ജീവിതം നയിപ്പാനും ഒടുവിൽ നിത്യരക്ഷ പ്രാപിപ്പാനും ദൈവം ഇവർക്ക് കൃപ നൽകുമാറാകട്ടെ. എന്നാൽ ഇവർ വിശുദ്ധ വിവാഹാവസ്ഥയിൽ പ്രവേശിക്കാതിരിക്കേണ്ടതിന് വല്ല കാരണമാകട്ടെ, ന്യായമായ വല്ല തടസ്സമാകട്ടെ നിങ്ങളിൽ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ആയത് തക്ക സമയത്ത് ബോധിപ്പിച്ചു കൊള്ളണം. അല്ലാത്ത പക്ഷം പിന്നത്തേതിൽ അപേക്ഷിക്കാതിരിക്കുകയും വേണം. വിവാഹം കഴിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നവർക്ക് വിവാഹാവസ്ഥയെ സ്ഥാപിച്ചിരിക്കുന്ന ദൈവം തന്നെ ക്രിസ്തു മുഖാന്തരം തന്റെ കൃപയും അനുഗ്രഹവും നൽകി ഇവരുടെ ഉദ്ദേശം സാധിപ്പിക്കുമാറാകട്ടെ. തിരുവത്താഴത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഇഷ്ടമെങ്കിൽ വരുന്ന ഞായറാഴ്ച ഈ സഭയിൽ തിരുവത്താഴം ഉണ്ടാകും. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചതിനാൽ ഈ വിശുദ്ധ ചൊൽക്കുറി കർത്താവ് താൻ തന്നെ സ്ഥാപിച്ചുവെന്ന് ഓർത്തുകൊള്ളുവിൻ. വീണ്ടെടുക്കപ്പെട്ടവർക്ക് രക്ഷിതാവിനോടും സഹോദരന്മാരോടുമുള്ള കൂട്ടായ്മ ഉണ്ടാകുവാൻ, തിരുമേശയോട് അടുത്തു വരുവാനും പാപമോചനത്തിന്റെ നിശ്ചയം ഈ ചൊൽക്കുറി മുഖാന്തരം ലഭിപ്പാനും കർത്താവ് താൻ തന്നെ നിങ്ങളെ ക്ഷണിക്കുന്നു. മാനസാന്തരപ്പെടാതെയും തന്റെ വഴികളെ തിരുത്താതെയും പാപത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്നവൻ ക്രിസ്തുവിനുള്ളവനല്ല. അവൻ കർത്തൃമേശയോട് അടുത്തു വരരുത് എന്ന് ഓർത്തുകൊണ്ട് ഓരോരുത്തരും തന്നെ തന്നെ ശോധന ചെയ്യേണ്ടതാകുന്നു. ഞാനും ശരിയായ മാർഗത്തിലാണ് ഉള്ളത് എന്ന് ഓരോരുത്തരും തന്റെ വഴിയെ പരിശോധിക്കണം. നീ നിന്നെ തന്നെ താഴ്ത്തി പാപത്തെ ഏറ്റുപറക. നീ ദൈവത്തോട് മാത്രമല്ല കൂട്ടുകാരനോടും പിഴച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ അവനോട് ഇണങ്ങി അന്യായം ചെയ്തതിന് മതിയായ പ്രതിശാന്തി ചെയ്യുവാൻ നിന്നാൽ ആവോളം സന്നദ്ധനായിരിക്കണം. ദൈവം നിന്റെ സകല കുറ്റങ്ങളും ക്ഷമിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിന്നോട് പിഴച്ചിരിക്കുന്നവർക്കും നീ ക്ഷമിച്ചു കൊടുപ്പാൻ ഒരുക്കമുള്ളവനായിരിക്കണം. പാപങ്ങളെ ക്ഷമിച്ച് ഹൃദയത്തെ പുതുക്കുന്ന ദൈവത്തിങ്കിലേക്ക് ഓരോരുത്തരും തിരിഞ്ഞു ചെന്ന് സ്തോത്രത്തോടെ കർത്താവിന്റെ മേശയോട് അടുത്തു വരുവിൻ. പ്രത്യേകാനം പാടിയ ഷംജിത്തിനോടുള്ള നന്ദിയും സ്നേഹവും സഭയായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ബർത്ത്ഡേ ആഘോഷിച്ചവരുടെ പേരുകൾ വായിക്കുന്നു. മിസ്റ്റർ റെനിൻ ബെയ്ലി കാരാട്ട്, മാർത്ത മേഴ്സി ചീരൻ, അനീഷ് ജോസ് കുമാർ ചിറക്കൽ, സ്റ്റെബിൻ ഷെൽട്ടൺ കോതേത്ത്, എൽദാൻ എൽവിസ് ചിറ്റയാകം, എഡ്വേർഡ് ക്രിസ്റ്റഫർ ചിറ്റയാകം, റിനീഷ ജാൻസി പന്താരത്ത്, ഗ്ലാഡീസ് ഒൽസൺ ചിറ്റയാകം, ഫ്രിറ്റ്സ് കണക്കശ്ശേരി, രചന പ്രമീള രത്നം അമേങ്കരം, റൊമോള ഇവലൈൻ ഫോസ്റ്റർ, സലോമി രാജൻ, റീന വേരൂർ, അഗസ്റ്റിൻ പൊന്നാങ്കുഴി, ഷെറിൻ കുമാർ പ്രദീപ് തെക്കഞ്ചേരി, ജിതിൻ പോൾ, വിൻസെന്റ് ജെയിംസ് മണ്ണാമ്പറമ്പിൽ, ഫെമിന ഷിബ പന്തലാത്ത്, എബിൻ ഐസക് പണ്ടാരപ്പറമ്പിൽ, അനു പ്രജുഷ വിളയിൽ, ക്ലമന്റ് വിജയകുമാർ തൊട്ടിപ്പറമ്പിൽ, സവിത ജോസഫ് പന്തലാത്ത്,
ബിജു സ്റ്റാൻലി ചിറ്റയാകം, റുബീന തോമസ് അറുകണ്ടൻ, വിറ്റി ജോർജ്, വിറ്റി വർഗീസ് കളരിക്കൽ. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് സകല നന്മകളും അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നൽകി അവരെ പുതിയ വർഷത്തില് പുതിയ നന്മകളോടുകൂടെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഗീതങ്ങളിൽ 21 ഗീതം, അതിൻ്റെ 5-ാമത്തെ ചരണം പാടുന്ന സമയത്ത് വന്നിട്ടുള്ളവർക്ക് മുൻപോട്ട് കടന്നു വരാം. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ വിവാഹ വാർഷിക മറ്റ് പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യമുള്ളവർക്കും മുൻപോട്ട് കടന്നു വരാം. ഗീതം 21, 5-ാം ചരണം. അനുഗമിക്കും നന്മകൾ എൻ ജീവനാളെല്ലാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നാളുകൾ ഈ ഭൂമിയിൽ പെരുകുന്നത് അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ പാദാന്തികെ മുഴങ്കാലിൽ മടക്കിയിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നിന്റെ മക്കളുടെ ജീവിതത്തിൽ നൽകിയ നന്മകളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അങ്ങയുടെ പരിപാലനയും അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുതലും അങ്ങയുടെ സൗഖ്യാനുഭവങ്ങളും കൊണ്ട് കഴിഞ്ഞൊരു വർഷക്കാലം നീ അവരെ ഈ ഭൂമിയിൽ പരിപാലിച്ചത് ഓർത്ത് സ്തോത്രം. അവരുടെ പ്രയത്നങ്ങളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ ഈ ലോക ജീവിത യാത്രയിലെ വിവിധങ്ങളായ സാഹചര്യങ്ങളിലൊക്കെ അവിടുന്ന് കൃപാലുവായി അവരോട് ഇടപെട്ടതിനായി അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. കണ്ടാലും എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നരുൾ ചെയ്ത ആ ദൈവത്തോട് ചേർന്ന് ഒരു പുതിയ വർഷത്തിൽ പ്രവേശിപ്പാനായിട്ട് സ്വർഗം അവരെ സഹായിച്ചതിനായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അങ്ങ് നിന്റെ മക്കൾക്ക് നൽകിയ പുതിയ വർഷം ആരോഗ്യ സമ്പൽ സമൃദ്ധമായ പുതുവർഷമായി അവിടെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരിറങ്ങിത്തിരിക്കുന്ന എല്ലാ ജീവിതക്രമങ്ങളിലും അങ്ങയുടെ നന്മയും നടത്തിപ്പും അവരെ മുൻപിടുകയും പിൻപിടുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളെയും സമർപ്പിക്കുന്നു. കുടുംബമായി ദൈവകൃപ പ്രാപിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്കാട് ജീവൻ വെച്ച പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിനയപൂർവ്വം യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും സഹവാസവും കാവലും പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് നൽകിയ പുതുവർഷത്തോടും അതിന്റെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടെ കർത്താവിന്റെ വരവോളം ഇരിക്കട്ടെ. ആ സ്തോത്ര ദാനങ്ങളെ അർപ്പിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് എന്ന ഗീതങ്ങളിൽ 155 ഗീതം ചേർന്ന് പാടാം. ഗീതം 155. യേശു എത്ര നല്ല മിത്രം, ഈശ്വലില്ല സംശയം. Oh
പ്രാർത്ഥിക്കാം. ദൈവമേ, എല്ലാ നല്ല ദാനങ്ങളുടെ ഉറവിടമായി സ്വർഗപിതാവേ, ഇപ്പോൾ അർപ്പിച്ചിരിക്കുന്ന സഭയുടെ എളിയ കാഴ്ച വിശുദ്ധീകരിച്ചും സുഗ്രാഹ്യമായ യാഗമായി സ്വീകരിച്ചും തിരുനാമത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കഴിഞ്ഞവരെയും ഞങ്ങൾ തിരുമുമ്പിൽ ഓർക്കുന്നു. കർത്താവേ, ഇനിമേലും അവരെ കാത്തു സംരക്ഷിക്കണമേ. തിരുകൃപാപ്രകാശത്തിൽ അവരെ നടത്തുകയും മഹത്വ രാജ്യത്തിനായി അവരെ ഒരുക്കുകയും ചെയ്യണമേ. പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഓരോരോരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് അരുളി ചെയ്തിരിക്കാൻ നമുക്ക് വിഷവാദം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ വിനയപ്പെടുത്താം. 6-ാം മാസത്തിന്റെ അവസാന ഞായറാഴ്ച ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട്, ദൈവത്തെ ആരാധിപ്പാനായി ദൈവം ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവം ചെയ്ത എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും നടത്തിയ വിധങ്ങളെയും ഓർത്ത് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് കടന്നു വരുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്കും ധാരാളമായി ലഭിക്കേണ്ടതിന് സഭയായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ വേദനകളോട്, രോഗങ്ങളോട്, പലവിധമായ ആവശ്യങ്ങളോട് കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. സകല രോഗങ്ങൾക്കും മതിയായ ദൈവത്തിൻ്റെ കൃപ ഇന്ന് ഈ ദേവാലയത്തിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഉറപ്പോടെ, ധൈര്യത്തോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വീടുകളിലും ആശുപത്രികളിലുമായി കഴിയുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. പലവിധമായ രോഗത്താലും ഭാരത്താലും കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ കാരുണ്യം നൽകി അവരെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മലബാർ മഹായിടവകയുടെ അടുത്ത് 3 വർഷത്തേക്കുള്ള ഒരു ഇലക്ഷൻ നടക്കുവാനായിട്ട് പോവുകയാണ്. സഭയിലെ മൂപ്പന്മാരെ തിരഞ്ഞെടുക്കുവാനായിട്ട് പോവുകയാണ്. വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമർപ്പണത്തോടെ, വിശ്വാസത്തോടെ, മേശമേൽ ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യത്തോടുകൂടെ ആളുകളെ തിരഞ്ഞെടുക്കേണ്ടതിന് ഞങ്ങൾക്ക് ജ്ഞാനവും വിവേകവും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് വേർതിരിക്കപ്പെട്ട ആളുകളെ ഞങ്ങൾക്ക് ഒരുക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനപരമായ സന്തോഷത്തോടുകൂടെ സഭയിലെ മൂപ്പന്മാരെ ഐക്യമനസ്സോടുകൂടെ തിരഞ്ഞെടുപ്പാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവര് ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യം ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട്, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട്, സഭയുടെ ഐക്യത്തിന് വേണ്ടി, ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലെല്ലാം നമ്മോടൊപ്പം താമസിച്ച് നമുക്ക് ശുശ്രൂഷ ചെയ്തു വരുന്ന അച്ഛനെയും കുടുംബത്തെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എത്രത്തോളം ദൈവമായ കർത്താവ് സഹായിച്ചു, സ്നേഹിച്ചു, വഴി നടത്തി. തുടർന്നുള്ള നാളുകളിലും ദൈവത്തിൻ്റെ വചനം കേൾപ്പാനായിട്ട്, ശുശ്രൂഷ ലഭിക്കുവാനായിട്ട് പ്രിയച്ഛനെയും കുടുംബത്തെയും കർത്താവ് ഒരുക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാം. 175-ാമത്തെ വാർഷികം ആഘോഷിക്കുവാനായി ആരംഭം കുറിച്ചിരിക്കുന്ന നമ്മെ ഈ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിപ്പാനും അനേകർക്ക് ദൈവമഹത്വമുള്ളവരായി ജീവിപ്പാനും കർത്താവ് ഇവിടെ ഉണ്ടെന്നുള്ള ശ്രുതി എല്ലാവരും അറിയുവാനും സഭ ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള കൃപ കൊടുക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിക്കാം. സ്കൂളിലേക്ക് പോകുന്ന
മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോകുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൂരത്തായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഓർക്കാം. വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ദൈവത്തെ നോക്കി വിളിച്ച് അപേക്ഷിക്കുമ്പോഴൊക്കെയും ഇത്ര അടുത്തിരിക്കുന്ന ഒരു ദൈവം മറ്റാരുമല്ല, നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടു കൂടിയും പ്രത്യാശയോടു കൂടി നമുക്ക് ആയിരിക്കാം. ഹൃദയങ്ങളെ കലങ്ങാതെ വേദനിപ്പിക്കാതെ ദൈവസന്നിധിയിൽ ഒരു മനസ്സോടുകൂടെ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് പ്രതിവാക്യം പറയാം. കർത്താവെ ഞങ്ങളെ കേൾക്കണമേ എന്ന് പ്രതിവാക്യം പറയാം. സാർവത്രിക സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവേ, പ്രിയപുത്രനെ വിചാരിച്ച് തിരുസഭയെ കൃപയോടെ കടാക്ഷിക്കണമേ. തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി, നിർമ്മലത എന്നിവയെ കാത്തുകൊള്ളുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന് സഹായം നൽകി തിരുസഭയെ സാക്ഷ്യം സഫലമാക്കണമേ. അന്യമതസ്ഥർക്ക് വിശ്വാസവും മാനസാന്തരം നൽകുകയും ഇസ്രായേലിന് ചിതറിപ്പോയ ആടുകളെ ചേർത്തുകൊള്ളുകയും ചെയ്യണമേ. ഞെരുക്കത്തിലും പീഡനങ്ങളിലും ഇരിക്കുന്ന സഭകളെ ഞങ്ങൾ പ്രത്യേകമായും തിരുമുമ്പിൽ ഓർക്കുന്നു. ആ സഭകൾക്ക് ജ്ഞാനവും ബലവും ലോകത്തെ ജയിക്കുന്ന ജയമായ വിശ്വാസവും നൽകണമേ. ആമേൻ. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളെല്ലാ മിഷൻ സംഘങ്ങളെയും സഭകളെയും ഐക്യസഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയുടെ മൂപ്പയോഗങ്ങളെയും പരിപാലക സംഘങ്ങളെയും സുന്നഹദോസിനെയും തിരുസേവയിലുള്ള എല്ലാ ശുശ്രൂഷന്മാരെയും പ്രവർത്തകന്മാരെയും പരിശുദ്ധാത്മാവിനാൽ നടത്തണമേ. ആമേൻ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കുക. എല്ലാ ഭവനങ്ങളും കുടുംബങ്ങളും സമാധാനത്തിലും ഐക്യത്തിലും ഇരിപ്പാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും പോറ്റി വളർത്തുവാൻ ഏർപ്പെട്ടിട്ടുള്ളവരുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ മനസ്സ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ സത്യത്തിലേക്ക് നടത്തണമേ. അനാഥർ, വിധവമാർ, അഗതികൾ, പീഡിതരെന്നവരെ കാത്തു പുലർത്തണമേ. രോഗികൾക്കും വയോവൃദ്ധന്മാർക്കും മരണമടുത്തവർക്കും സമീപസ്ഥനാകണമേ. ആമേൻ. നമ്മുടെ രാജ്യത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കുക. കൃപാനിധിയായ ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ മേലധികാരികളായ എല്ലാ ഭരണകർത്താക്കന്മാരെയും തൃക്കാവലിലും കൃപയിലും പരമേൽപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരെ പരിപാലിച്ച് നടത്തണമേ. അധികാരസ്ഥന്മാരായ എല്ലാവർക്കും പക്ഷപാതം കൂടാതെ നീതിയോടെ ഞങ്ങൾ ഭരിപ്പാൻ ജ്ഞാനവും വിവേകവും നൽകണമേ. ഞങ്ങളുടെ ഭാരതഖണ്ഡത്തെയും അതിലുള്ള നിവാസികളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരിലും കരുണയും സത്യവും സമാധാനവും നിലനിന്ന് പോരുവാൻ തുണയ്ക്കണമേ. ആമേൻ. രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങളായി തിരുമുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ അവരുടെയും കണ്ണീരൊക്കെയും തുടയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. യേശു കർത്താവിന്റെ കൃപയും സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കരം കൂടെയുണ്ടല്ലോ. എല്ലാവരെയും നമുക്ക് വിശ്വാസത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും ഓർത്തുകൊള്ളണമേ. അവർ തങ്ങൾക്കുള്ള ഭാരം ക്ഷമയോടെ വഹിപ്പാനും പൂർണ്ണമായി ദിവ്യ കൈകളിൽ ആശ്രയിപ്പാനും തിരുസാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും കൃപ ചെയ്യണമേ. മരണത്തിൽ നിന്ന് നീക്കം വന്ന് വിലാപവും കരച്ചിലും ദുഃഖവും തീർന്ന് നീ ഞങ്ങളുടെ സകല കണ്ണുനീരും തുടച്ചു കളയുന്ന നാൾ വേഗം വരുത്തണമേ. ആമേൻ. ദുരസ്ഥരായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുമായി സ്നേഹബാന്ധവത്തിൽ ഇരിക്കുന്ന എല്ലാവരെയും തിരുകരുണാകാവലിൽ പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ അംഗങ്ങളായി ഞങ്ങളിൽ നിന്ന് അകന്ന് ദൂര രാജ്യങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരുടെയും മധ്യേ സന്നിധാനം ചെയ്യണമേ. തിരുകൂട്ടായ്മ നിന്ന് അകന്നിരിപ്പാൻ അവരാരെയും സമ്മതിക്കാതെ ധന്യവും പരിശുദ്ധവുമായ തിരുസംസർഗത്തിൽ ഞങ്ങളോടൊന്നിച്ച് അവരെയും കാത്ത് സൂക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ലോക സമാധാനത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം.
സകല മനുഷ്യരുടെയും ഹൃദയത്തിൽ സമാധാനത്തിനായുള്ള ഉന്മയായ ആകാംക്ഷ ഉജ്ജ്വലിപ്പിക്കണമേ. ഭൂമിയിലുള്ള സകല വംശങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി കൂടി ആലോചിക്കുന്ന എല്ലാവരെയും നിർമ്മലവും സമാധാനപരമായ ദിവ്യജ്ഞാനത്താൽ വഴി നടത്തണമേ. യുദ്ധമത്സരങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവസ്നേഹത്തിന്റെ പരിജ്ഞാനം കൊണ്ട് സർവഭൂമിയും നിറയുമാറാക്കണമേ. ആമേൻ. ഒടുവിലായി നമ്മുടെ മറന്ന നാഴികയെ നമുക്ക് ഓർക്കുക. വിശുദ്ധ ദൂതന്മാർ ഞങ്ങളെ ചുറ്റും പാളയം ഇറങ്ങി ഇപ്പോൾ ജീവമാർഗത്തിലും പിന്നീട് ഞങ്ങളുടെ മരണ നാഴികയിലും ഞങ്ങളെ കാത്തുകൊള്ളേണ്ടതിന് സഹായിക്കണമേ. മഹാകരുണ്യവനായ പിതാവേ, ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിനയമായി യാചിക്കുന്നത് കേൾക്കണമേ. ആമേൻ. ആമേൻ. തിരുവചന ശുശ്രൂഷയ്ക്ക് മുൻപായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഗീതങ്ങളിൽ 327 ഗീതത്തിന്റെ ആദ്യത്തെയും 4-ാമത്തെയും ചരണങ്ങൾ ചേർന്ന് പാടാം. യേശുവിന്റെ മാറിടം ഉൾക്കൊള്ളിക്ക ദേഹേ. പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ
ദൈവകൃപയുടെ ചാലകങ്ങളാകാൻ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ദൈവമേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അടുത്തു വരുമ്പോൾ ബലഹീനരായ ഞങ്ങൾക്ക് അങ്ങയുടെ കൃപയും അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കുവാനുള്ള ജ്ഞാനവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശിഷ്യത്വത്തെക്കുറിച്ച്, അതിൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഇന്ന് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ കേൾക്കുമ്പോൾ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ വിവിധ സ്ഥാനങ്ങളിലേക്ക്, ഉത്തരവാദിത്വങ്ങളിലേക്ക്, ശിഷ്യത്വത്തിൻ്റെ മഹത്വമായ പദവിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അത് നിറപടിയായി നിറവേറ്റുവാനുള്ള ദൈവികമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പനിമിഷനാഥ, ബലഹീനരായ ഞങ്ങൾ അങ്ങയുടെ വചനത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളുടെ ഈ വലിയ യാത്രയിൽ ഞങ്ങൾക്ക് സംഭവിച്ച കുറവുകൾ പരിഹരിച്ചുകൊണ്ട് അങ്ങയുടെ ദൗത്യവാഹകരാകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അയോഗ്യനായ അടിനെയും അങ്ങയുടെ മക്കളെയും ഒരുപോലെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ടെക്സ്റ്റ് മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ആധാര വേദഭാഗം. അവിടെ കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരോട് പറയുന്നു: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിലെ ശിഷ്യന്റെ സ്വാധീനമുള്ളതും നീതിയുള്ളതുമായ ജീവിതത്തെക്കുറിച്ചാണ് സുവിശേഷ വേദഭാഗത്തില് കർത്താവ് നമ്മെ കേൾപ്പിക്കുന്നത്. ഇന്ന് മലബാർ മഹായിടവകയുടെ 3 വർഷത്തേക്കുള്ള ശുശ്രൂഷ സ്ഥാനീയരെ തിരഞ്ഞെടുക്കുകയാണ്. നമുക്കറിയാം, ശുശ്രൂഷയ്ക്കായി ഉള്ള തിരഞ്ഞെടുപ്പ് ആദിമ സഭയുടെ കാലഘട്ടം മുതൽ നാം കാണുന്നുണ്ട്. ഇപ്പൊ കാലകാലങ്ങളിൽ സഭയുടെ ദൗത്യ ശുശ്രൂഷയ്ക്കായി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനോട് നീതിപൂർവമായി അതിനെ ഏറ്റെടുക്കാനായിട്ട്
വിളിക്കപ്പെട്ടവർ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇലക്ഷനോടനുബന്ധിച്ച് അതുമായി ചേർന്ന് വരുന്ന ഒരു വേദഭാഗം തന്നെയാണ് നമ്മുടെ ആധാര വേദഭാഗം. 5-ാം അധ്യായം മുതൽ യേശുവിൻ്റെ മലമുകളിലെ പ്രസംഗമാണ്. തുടക്കത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത് ആദ്യത്തെ 12 വാക്യങ്ങളായിരുന്നു. അവിടെ യേശു തൻ്റെ ശിഷ്യന്മാരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ആദ്യത്തെ 12 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബിയാറ്റിറ്റ്യൂഡ്സ്, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം. ഇപ്പം യേശു തൻ്റെ ദൗത്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ, മലമുകളിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ, യേശുവിൻ്റെ ശിഷ്യന്മാർ അവരുടെ സ്വഭാവം ഇന്ന രീതിയിലായിരിക്കണമെന്ന് ആദ്യ ഭാഗത്ത് ഓർമ്മിപ്പിച്ചു. നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ട വേദഭാഗത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ശിഷ്യന്മാരുടെ ദൗത്യം എന്താണ് എന്നാണ് വളരെ ആഴത്തിൽ കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം അവർക്ക് പരിചിതമായ 2 രൂപകങ്ങൾ അവരുടെ മുൻപിൽ വ്യക്തമാക്കിക്കൊണ്ടാണ് അവരുടെ ദൗത്യത്തിൻ്റെ, ശുശ്രൂഷാ ജീവിതത്തിൻ്റെ മഹനീയത കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. രണ്ടാമതായിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പം ഇത് രണ്ടും അന്നത്തെ യേശുവിൻ്റെ കേൾവിക്കാർക്ക് വളരെ പരിചിതമായ ചിന്തകളായിരുന്നു. എന്നാൽ ഇവിടെ ഈ വചനങ്ങളിലൂടെ ഒരു ശിഷ്യന്റെ തിരിച്ചറിയലും ഉത്തരവാദിത്വവും കർത്താവ് ഒരുപോലെ ആഴത്തിൽ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകം അറിവിൽ വളരുമ്പോഴും മൂല്യങ്ങള് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ശാസ്ത്രം വളരെ ഉന്നതിയിലെത്തിയിട്ടും വിശ്വാസമൂഹം അതിൻ്റെ ഏറ്റവും അധികൃതമായ തലങ്ങളിലേക്ക് നിബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പൊ സാങ്കേതിക വിദ്യ വളർന്നിട്ടും സത്യസന്ധതയും വിശുദ്ധിയും കുറയുന്ന ഒരു കാലഘട്ടം. അത്തരമൊരു കാലഘട്ടത്തില് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ സമൂഹത്തിൽ സ്വാധീനമുള്ളവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ആയിരിക്കണമെന്ന് കർത്താവ് ഈ പർവ്വത പ്രസംഗത്തിലൂടെ അവരെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ വേദഭാഗത്തെക്കുറിച്ച് ജോൺ സ്റ്റോട്ട് പറയുന്നത് എങ്ങനെയാണ്? സുവിശേഷത്തിന്റെ വ്യാപനത്തിന് ഏറ്റവും വലിയ തടസ്സം ലോകത്തിലെ എതിർപ്പല്ല. ജോൺ സ്റ്റോട്ട് പറയുകയാണ്, സുവിശേഷത്തിന്റെ വ്യാപനത്തിനുള്ള ഏറ്റവും വലിയ എതിർപ്പ് വിശ്വാസികളുടെ വിട്ടുവീഴ്ചയാണ്. കാര്യം ഇത് ആ ഒരു തകർച്ച ഇസ്രായേൽ ജനത്തെ വീണ്ടും കാനാനിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ മുതൽ അവർക്ക് നൽകിയ വാഗ്ദത്തങ്ങളും അവരെ ഓർമ്മിപ്പിച്ചതായ മൂല്യങ്ങളും അവർ മറികടന്നതോടുകൂടി അവരുടെ ജീവിതത്തില് പരാജയത്തിന്റെ കയ്പ് അവർക്ക് നുകരേണ്ടതായിട്ട് വന്നു. ഇത് ഈ കാലഘട്ടത്തിലും വ്യത്യസ്തമല്ല എന്ന് ജോൺ സ്റ്റോട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ വായിച്ച ഈ സുവിശേഷ വേദഭാഗവും പഴയ നിയമ പുതിയ നിയമ വേദഭാഗങ്ങളും അധികരിച്ച് നമ്മുടെ ഈ ചിന്താവിഷയവുമായി ബന്ധിപ്പിച്ച് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. ദൈവരാജ്യത്തിലെ ശിഷ്യന്റെ സ്വാധീനമുള്ളതും നീതിയുള്ളതുമായ ജീവിതം എങ്ങനെയായിരിക്കണം? ഇപ്പോൾ ഒരു സ്ഥാനത്തേക്ക് ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നതായ ഒരു വ്യക്തി, ആ തിരഞ്ഞെടുപ്പിനെ ദൈവം അംഗീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നീതിയോടുകൂടെ ആ ദൗത്യ ശുശ്രൂഷയിൽ പങ്കുകാരനാകണം എന്ന ബോധ്യമാണ് ഇവിടെ നൽകുന്നത്. ഒന്ന്, മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം കർത്താവ് പറയുകയാണ്, ശിഷ്യൻ സമൂഹത്തെ മാറ്റുന്ന ഉപ്പായി തീരണം. സമൂഹത്തെ മാറ്റുന്ന ഉപ്പായിരിക്കണം ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. കാര്യം ഉപ്പ് നമുക്കും വളരെ പരിചിതമായ
അതിൻ്റെ ഗുണഗണങ്ങൾ ആഴത്തിൽ അറിയുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. എന്നാൽ ഇവിടെ കർത്താവ് ഈ പർവ്വത പ്രസംഗത്തില് ശിഷ്യന്മാരുടെ ദൗത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത, ഉപ്പിൻ്റെ രൂപഗുണങ്ങൾ ഉള്ളവരായി നിങ്ങൾ പരിണമിക്കണമെന്ന് അവർ പഠിപ്പിക്കുമ്പോൾ ഇവിടെ കർത്താവ് നൽകുന്ന ഈ ഒരു ബോധ്യത്തിന് 3 അർത്ഥങ്ങൾ അല്ലെങ്കിൽ 3 തലത്തിലുള്ള ഉപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വിസ്മരിക്കുവാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം, ഒന്ന്, ഉപ്പ് അഴുകൽ തടയുന്ന ഒരു വസ്തുവാണ്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാനായിട്ട് ഉപ്പ് അവര് ഉപയോഗിച്ചിരുന്നു. ഇന്ന് സമൂഹത്തിൽ അഴിമതി, അസത്യങ്ങൾ, കുടുംബ തകർച്ച, ധാർമ്മിക അധപ്പതനം എന്നിവ വർദ്ധിച്ചു വരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ക്രിസ്ത്യാനി ഒരു ധാർമ്മിക പ്രതിരോധ ശക്തിയായി നിൽക്കണമെന്ന ചിന്തയാണ് കർത്താവ് ഈ ഉപ്പെന്ന രൂപകത്തിന്റെ ആദ്യത്തെ ഗുണവിശേഷം അവരെ പഠിപ്പിക്കുന്നത്. രണ്ടാമത് ഈ ഉപ്പിന്റെ ഗുണം എന്ന് പറയുന്നത്, ഉപ്പ് രുചി നൽകുന്ന ഒരു വസ്തുവാണ്. ഇപ്പൊ ക്രിസ്ത്യാനിയുടെ സാന്നിധ്യം കുടുംബത്തിലും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമാകണം എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് പഴയ നിയമ വേദഭാഗമായി നാം വായിച്ചു കേട്ടത്. അവിടെ അബ്രഹാം സോദോമിന് വേണ്ടി മധ്യസ്ഥത നടത്തിയപ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, അവൻ ആ സമൂഹത്തിന്റെ ഉപ്പായി തീരുകയാണ്. അപ്പം അബ്രഹാമിന് നീതിപൂർവമായി തൻ്റെ മാത്രം നീതി തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ ഒരു സമൂഹത്തിന്റെ നീതി ഇവിടെ തിരഞ്ഞെടുക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ ദേശത്തിന് വേണ്ടി ഉപ്പായി മാറാൻ അബ്രഹാം ഇവിടെ സന്നദ്ധനാകുകയാണ്. ഇപ്പൊ സോദോമിലെ ദുഷ്ടതയെക്കുറിച്ച് കേട്ടിട്ടും അവൻ നിശബ്ദനായിരുന്നില്ല എന്നാ നാം ഇവിടെ കാണുന്നത്. അപ്പൊ നീതിമാന്മാർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന അബ്രഹാമിനെ പഴയ നിയമത്തിൽ നാം കാണുന്നു. ഉപ്പിന്റെ മൂന്നാമത്തെ ഗുണം, ഉപ്പ് സ്വയം ലയിച്ച് പ്രവർത്തിക്കുന്ന ഒരു വസ്തുവാണ്. ഉപ്പ് സ്വയം കാണപ്പെടാതെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു എന്നതാണ് ഉപ്പിന്റെ ഏറ്റവും മഹത്വകരമായ ഒരു ഗുണം. ഇവിടെ കർത്താവ് പറയുകയാണ്, യഥാർത്ഥ ശിഷ്യൻ പ്രശംസ തേടുന്നവനല്ല, ദൈവ മഹത്വം തേടേണ്ടവനാണ്. അപ്പൊ അതാണ് ഈ ഉപ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് D.L. മൂഡി പറഞ്ഞു, 100 ക്രിസ്ത്യാനികളിൽ അല്ലെങ്കിൽ 100 ആളുകളിൽ ഒരാൾ മാത്രമേ വേദപുസ്തകം വായിക്കുന്നുണ്ടാകുകയുള്ളൂ. ബാക്കിയുള്ള 99 പേർ ക്രിസ്ത്യാനിയുടെ ജീവിതമാണ് വായിക്കുന്നത് എന്ന് മൂടി ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഇപ്പൊ ഒരു ഓഫീസില് കൈക്കൂലിക്കാരായ കുറേയേറെ ആളുകളുണ്ട്. അതിൽ ഒരാൾ മാത്രം സത്യസന്ധതയോടുകൂടെ പ്രവർത്തിക്കുകയാണ്. ആദ്യം ആ സ്ഥാപനത്തിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് വലിയ പ്രയാസമുണ്ടായി. എന്നാൽ പിന്നീട് അവന്റെ സത്യസന്ധത ആ ദേശം തിരിച്ചറിയുന്നു. അവൻ പ്രസംഗിച്ചില്ല, എന്നാൽ അവൻ പ്രവർത്തിച്ചു. അയാളുടെ ജീവിതത്തിലൂടെ ആ ദേശത്തുള്ള ആളുകൾക്ക് നീതിബോധം സാധ്യമാകുന്നു. ഇത് നമുക്ക് സാധിക്കും. ഇപ്പൊ നാം ദൈവത്തിന്റെ മക്കളായി എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സത്യസന്ധതയോടെ നിലനിൽക്കാനായിട്ട് സാധിക്കുമോ? അപ്പൊ നമ്മളൊരു ടീമായി പ്രവർത്തിക്കുമ്പോൾ ആ ടീമിന് വേണ്ടി നിൽക്കണ്ടേ എന്നൊക്കെ നമ്മെ പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കാം. എന്നാൽ അവിടെ കർത്താവ് പറയുകയാണ്, തീർച്ചയായും നമ്മുടെ വിളി ഗ്രൂപ്പിന്റെ വിളിയല്ല. എന്നെ വിളിച്ചിരിക്കുന്നത് നിന്നെ മാത്രമായിട്ടുള്ള വിളിയാണ്. നീ നീതിബോധത്തോടെ നിന്നാൽ മാത്രമേ നിന്റെ വിളിയുടെ പൂർണ്ണത, അതിന്റെ മഹത്വം നിനക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ ഈ ഉപ്പിനെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുമ്പോൾ 3 ചോദ്യങ്ങൾ നമുക്ക് മുമ്പിൽ ഉയരപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം സമൂഹത്തെ നല്ലതിനായി മാറ്റുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിൽ ഞാനൊരു ആത്മീയ സാന്നിധ്യമായി, സ്വാധീനമായി തീരുന്നുണ്ടോ?
ഞാൻ അഴിമതിക്ക് എതിരെ നിൽക്കുന്നുണ്ടോ? ഇത് ഈ ഉപ്പ് എന്ന രൂപകത്തിന്റെ പ്രാധാന്യം കർത്താവ് ഈ പർവ്വത പ്രസംഗത്തിൽ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് മത്തായി 5:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലൂടെ കർത്താവ് അവരോട് പറയുന്നത് ശിഷ്യൻ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിരിക്കണമെന്നാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ കർത്താവ് തന്റെ സ്വയപ്രഖ്യാപനങ്ങള് യോഹന്നാൻ മാത്രമേ വെളിപ്പെടുത്തുന്നുള്ളൂ. കർത്താവ് തന്റെ ഐ ആം സെയിങ്സ് വെളിപ്പെടുത്തുന്നുണ്ട്, ഞാൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ അതിനാൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ക്രിസ്തുവിന്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കുന്നവരാകണം ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ. അപ്പൊ ഈ വെളിച്ചത്തിന്റെ ചില മഹാത്മ്യങ്ങള് കർത്താവ് ഈ പർവ്വത പ്രസംഗത്തിൽ അവരെ ഓർമ്മിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, വെളിച്ചം ഇരുട്ടിനെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പൊ വെളിച്ചം വന്നാൽ ഇരുട്ട് മാറും. അപ്പൊ ഇന്ന് കള്ളവും അനീതിയും സാധാരണവൽക്കരിക്കപ്പെടുന്നു. ഇവിടെ കർത്താവ് പറയുകയാണ്, ശിഷ്യൻ സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കണം. അതാണ് ഈ വെളിച്ചത്തെക്കുറിച്ച് കർത്താവ് നൽകുന്ന ഒന്നാമത്തെ ചിന്ത. 2, വെളിച്ചം വഴി കാണിക്കുന്നു. ഇപ്പൊ വെളിച്ചമില്ലാത്ത വഴിയിൽ ആളുകൾക്ക് കാലിടറും. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ തലമുറയ്ക്ക് മാർഗദർശനം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടിയാകാൻ നമുക്ക് സാധിക്കണമെന്ന ചിന്തയാണ് കർത്താവ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നവരെ പഠിപ്പിക്കുന്നത്. അവസാനം കർത്താവ് വെളിച്ചത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുമ്പം അവരോട് പറയുകയാണ്, വെളിച്ചം മറച്ചു വെക്കരുത്. ഇപ്പൊ ഒരു വിളക്ക് കൊളുത്തി അത് പാത്രത്തിന്റെ അടിയിൽ വെക്കാറില്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ പല വിശ്വാസികളും സഭയിൽ മാത്രം വിശ്വാസം പ്രകടിപ്പിക്കുകയും പുറത്തുള്ള ജീവിതത്തിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഉപ്പും വെളിച്ചവും അത് രണ്ടും, ഉപ്പ് അവരോട് കർത്താവ് പറയുന്നുണ്ട്, ഉപ്പ് കാരമില്ലാതെ പോയാൽ, ഇപ്പൊ നിങ്ങള് ലോകത്തിന്റെ ഉപ്പാണ്. അപ്പൊ ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ അതിന് സംഭവിക്കുന്നത് അത് ആളുകള് ചവിട്ടുന്ന ഒന്നായി പരിണമിക്കും. ഇപ്പൊ വെളിച്ചം നമുക്കറിയാം, നമ്മൾ ഇന്ന് വെളിച്ചത്തിന് വേണ്ടി ഇന്ന് പല മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആ മാധ്യമം അതിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അത് പ്രവർത്തിക്കാതെ വന്നാൽ അതിന് പിന്നെ സ്ഥാനമില്ല. അതുവരെ അതിനാണ് ഏറ്റവും പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ. അത് പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടാൽ, ഒരു ബൾബ് ഫ്യൂസായി കഴിഞ്ഞാൽ അത് നമ്മൾ വലിച്ചെറിയും. ഇത് രണ്ടും നിത്യജീവിതത്തിൽ നാം ഓർത്തിരിക്കേണ്ട ചിന്തയാണ് എന്ന് കർത്താവ് പറയുകയാണ്. അപ്പൊ ജോൺ കാൽവിൻ അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസികൾ ക്രിസ്തുവിനാൽ കൊളുത്തപ്പെട്ട വിളക്കുകളാണ്. അപ്പൊ മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുവാനാണ് ഈ വിളക്ക് കൊളുത്തപ്പെട്ടിരിക്കുന്നത് എന്ന് കാൽവിൻ പറയുന്നുണ്ട്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ആളുകൾ എൻ്റെ പ്രവൃത്തിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ ജീവിതത്തില് വിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ടോ? വെളിച്ചമായി നാം തീരുമ്പോൾ നമ്മോട് ചോദിക്കുന്നതായ ചോദ്യങ്ങളാണ് ഈ വേദഭാഗത്തിൽ ഉയരുന്നത്. മൂന്നാമത്തെ ചിന്ത മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും അവിടെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിൻ്റെ ശിഷ്യൻ വിശുദ്ധിയും നീതിയും നിറഞ്ഞ ജീവിതം നയിക്കണം എന്നാണ്. അപ്പൊ യേശുവിൻ്റെ ശിഷ്യൻ വിശുദ്ധിയും നീതിയും നിറഞ്ഞ ജീവിതം നയിക്കുന്ന ഒരുവനായിരിക്കണം. ഇവിടെ 20-ാമത്തെ വാക്യത്തില് കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി എന്ന് പറയുന്നത് ആളുകളെ കുഴിയിൽ ചാടിക്കുന്ന, ക്രിസ്തുവിനെ കുരിശിലേറ്റിയ നീതിയാണ്. അപ്പോൾ അവർ ആളുകൾ നേരെയാകുന്നതിന് വേണ്ടിയല്ല, തങ്ങളുടെ കുറുക്ക് വിദ്യകൾ കൊണ്ട് ആരെ നശിപ്പിക്കാമെന്ന ചിന്തയായിരുന്നു ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ നീതി ഇവരെ കവിയുന്ന നീതി ആയില്ല എങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് കർത്താവ് പറയുകയാണ്. ഇവിടെ യേശു ബാഹ്യ മതഭക്തിയേക്കാൾ ഹൃദയത്തിലെ പരിവർത്തനത്തെക്കുറിച്ചാണ് അവരോട് ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ യേശു ചില കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ട്. അവരോട് പറയുകയാണ്, യഥാർത്ഥ നീതി
ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്നതാണ് എന്ന് പറയുന്നു. ഇവിടെ പരീശന്മാർ പുറമെ വിശുദ്ധരായി കാണപ്പെടുന്നു, എന്നാൽ യേശു ഹൃദയത്തിലെ വിശുദ്ധിയാണ് ആവശ്യപ്പെടുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. റോമർ 6:22 നമ്മൾ വായിച്ചു കേട്ടു, നിങ്ങൾ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവത്തിന് ദാസന്മാരായിരിക്കുന്നു. വിശുദ്ധി ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് വീണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തില് പൗലോസ് പറയുന്നു, അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് ദാസന്മാരാക്കുവിൻ. ഓരോ ദിവസവും നാം തീരുമാനിക്കുന്നു, ഞാൻ പാപത്തെ സേവിക്കണോ അതോ ദൈവത്തെ സേവിക്കണോ? ഇത് ഒരു വലിയ വെല്ലുവിളിയാണ്. 3 അവിടെ വീണ്ടും പറയുന്നുണ്ട്, വിശുദ്ധി നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. റോമർ 6:23 പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ കൃപാവരം നിത്യജീവനും ആണ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തില് അവിടെ അബ്രഹാം സോദോമിലെ ദുഷ്ടതയുടെ നടുവിലും ദൈവത്തോടൊപ്പം നടക്കുന്നതായി നാം കാണുന്നു. യേശുവിൻ്റെ അല്ലെങ്കിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കാനായിട്ട് അബ്രഹാമിന് സാധിച്ചത് ദൈവബോധമായിരുന്നു. അവൻ സമൂഹത്തെ, അവൻ്റെ സംസ്കാരത്തെ അനുസരിച്ചില്ല, പക്ഷെ ദൈവത്തിൻ്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്നതായ അബ്രഹാമിനെ നാം അവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ടോസർ ഈ വേദഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, വിശുദ്ധനായ മനുഷ്യന് പാപം ചെയ്യാൻ കഴിയാത്തവനല്ല, പക്ഷേ പാപം ചെയ്താൽ ഹൃദയം തകർന്ന് ദുഃഖിക്കുന്നവനാണ് ഈ വിശുദ്ധനായ മനുഷ്യൻ എന്ന് ടോസർ പറയുന്നുണ്ട്. അപ്പൊ ദൈവരാജ്യത്തിലെ ശിഷ്യൻ ആരായിരിക്കണം? ഉപ്പ് പോലെ സമൂഹത്തെ സ്വാധീനിക്കുവാനായിട്ട് കഴിയുന്നവനാകണം ദൈവരാജ്യത്തിലെ ശിഷ്യൻ. വെളിച്ചം പോലെ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നവനാകണം ദൈവരാജ്യത്തിലെ ശിഷ്യൻ. വിശുദ്ധിയും നീതിയും നിറഞ്ഞ ഒരു ജീവിതത്തിനുടമയായി ദൈവഹിതം നിറവേറ്റുവാൻ വിളിക്കപ്പെട്ടവനായിരിക്കണം ദൈവരാജ്യത്തിലെ ശിഷ്യൻ. അപ്രകാരം നമ്മുടെയും ഈ കൊച്ചു വിശ്വാസയാത്രയിൽ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും നമ്മെ ഭരമേൽപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസയാത്രയിൽ നീതിയോടുകൂടെ ഉപ്പായി വെളിച്ചമായി അനേകർക്ക് അനുകൂലമായ അനുഗ്രഹമായ ഒരു ജീവിതത്തിന് ഉടമകളാകാൻ സർവശക്തൻ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കൃപയുള്ള സ്വർഗീയ പിതാവേ, ദൈവരാജ്യത്തിലെ ശിഷ്യന്റെ ദൗത്യത്തെക്കുറിച്ച് അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഉപ്പായി വെളിച്ചമായി നീതിയുടെ വക്താക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ വിളിക്കുമ്പോൾ ആ വിളി പ്രാർത്ഥനയോടുകൂടെ ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് സാധിക്കാതെ വരുമ്പോൾ അത് ഞങ്ങൾക്ക് പരാജയത്തിൻ്റെ കയ്പിൻ്റെ അനുഭവം പ്രദാനം ചെയ്യുമെന്ന് 20-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മെ കേൾപ്പിച്ചല്ലോ. നമ്മുടെ വിശ്വാസയാത്രയിൽ ഈ ഒരു കൊച്ചു ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഗീതങ്ങളിൽ 316-ാം ഗീതം നമുക്ക് ചേർന്ന് പാടാം. പിതാവെ ആശ തന്നു അയക്ക ഞങ്ങളെ.
നാം നിൽക്കുമ്പോൾ തന്നെ കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷണ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയങ്ങളോടെ കർത്താവിന്റെ സമാധാനം കൈക്കൊള്ളുവിൻ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുംവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ത്രിയേക ദൈവത്തിന്റെ കൃപയും വാഴ്വുകളും അനുഗ്രഹവും നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് സമാധാനത്തിന് പോകാം. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ 5 മിനിറ്റ് ഇരിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. വോട്ടില്ലാത്തവർക്ക് പുറത്തു പോകാം. ഉടനെ തന്നെ റോൾ കോൾ ആരംഭിക്കുകയും ഇലക്ഷൻ പ്രോസസ്സ് നടക്കുകയും ചെയ്യുന്നതാണ്. റോൾ കോളിന് ശേഷം നിങ്ങൾക്ക് പുറത്തുപോയി ചായ കുടിക്കാം. ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഇലക്ഷന്റെ ക്രമീകരണങ്ങൾ നടത്താനായിട്ട് സാധിക്കും. അതിനായിട്ട് ഇലക്ഷൻ ഓഫീസേഴ്സിനെ